നമസ്കാരം. മാസ്റ്റർ മൈൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 ക്ലാസ് 6 ജിയോഗ്രഫിയിലെ ചാപ്റ്റർ 2 ഗ്ലോബ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 2 നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. പാർട്ട് 1 കാണാത്തവർ അത് നിർബന്ധമായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലോബിനെ കുറിച്ച്, പിന്നെ അതിൻ്റെ ഇമാജിനറി ലൈൻസായ ആക്സിസ്, ഇക്വേറ്ററിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. പിന്നെ ലാറ്റിറ്റ്യൂഡ്സ്, ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സായ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ, പിന്നെ നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെയാണെന്നെല്ലാം പഠിച്ചു. പിന്നെ ഡിഫറെൻറ്റ് ഹീറ്റ് സോൺസിനെ കുറിച്ചിട്ടും കൂടി പഠിച്ചു. ടെമ്പറേറ്റ് സോൺ, ടൊറിഡ് സോൺ, ഫ്രിഡ്ജിഡ് സോൺ, അങ്ങനെ കുറച്ച് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് പാർട്ട് 1 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ്ങിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു പോയിൻ്റ് കൃത്യമായിട്ട് പ്രിസൈസായിട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗ്രാഫിലൊക്കെ നമുക്ക് XY കോർഡിനേറ്റ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഇവിടെ ലാറ്റിറ്റ്യൂഡ്സും വേണോ ലോങ്ങിറ്റ്യൂഡ്സും വേണം. ലാറ്റിറ്റ്യൂഡിൽ എവിടെയാണ് നിൽക്കുന്നതെന്നും അറിയേണ്ടതുണ്ട്. ലോങ്ങിറ്റ്യൂഡിൽ എവിടെയാണ് നിൽക്കുന്നതെന്നും കൂടി അറിഞ്ഞാൽ മാത്രമേ ഒരു സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെഫറൻസ് ലൈൻസ് ടു ഷോ ഹൗ ഫാർ ഈസ്റ്റ് ഓർ വെസ്റ്റ് എ ഗിവൺ പ്ലേസ് ഫ്രം എ ഗിവൺ ലൈൻ ഓഫ് റെഫറൻസ് റണ്ണിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. അപ്പോൾ ഒരു റെഫറൻസ് ലൈന് കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇക്വേറ്ററിൽ നിന്ന് പോളിലോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ തന്നെ നോക്കാം, ഇതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് ഉള്ളതാണ് ലാറ്റിറ്റ്യൂഡ്സ്, അതിൽ പാരലൽ സർക്കിൾസ് ആണ് അവർ. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോളിലോട്ടേക്ക് പോകുമ്പോൾ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു റെഫറൻസ് പോയിൻ്റ് ഫിക്സ് ചെയ്യാൻ എളുപ്പമായിരുന്നു, ഇക്വേറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കേസിൽ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ലോങ്ങിറ്റ്യൂഡ്സും സെയിം ലെങ്ത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റെഫറൻസ് ലൈന് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എല്ലാ കൺട്രീസും കൂടി ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലൈന് പ്രൈം മെറീഡിയനായിട്ട് കൺസിഡർ ചെയ്തത്. അത് ഗ്രീൻവിച്ച് മെറീഡിയൻ പാസിങ് ത്രൂ ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്യുന്ന മെറീഡിയനാണ് പ്രൈം മെറീഡിയനായിട്ട് കൺസിഡർ ചെയ്ത്. അപ്പോൾ അത് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡായിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് ആ റെഫറൻസ് പോയിൻ്റിൽ നിന്ന് എത്രമാത്രം ഈസ്റ്റിലാണ് പിന്നെ എത്രമാത്രം വെസ്റ്റിലാണ് ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്തതെന്നനുസരിച്ചിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ മെഷർമെൻറ്റ് ഉണ്ടാവും. അതാണ് ലോങ്ങിറ്റ്യൂഡ് ഇസ് എ റെഫറൻസ് ലൈൻ ടു ഷോ ഹൗ ഫാർ ഈസ്റ്റ് ഓർ വെസ്റ്റ് എ ഗിവൺ പ്ലേസ്. എത്രമാത്രം ഒരു റെഫറൻസ് ലൈൻ, അതായത് ഇവിടെ ഇപ്പോൾ പ്രൈം മെറീഡിയൻ, ഇതാണ് പ്രൈം മെറീഡിയൻ. ആ പ്രൈം മെറീഡിയനിൽ നിന്ന് എത്രമാത്രം വെസ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഈസ്റ്റിലോട്ടോ മാറിയിട്ടാണ് ഈ ഒരു സ്പെസിഫിക് പോയിൻ്റ് ഉള്ളത് അല്ലെങ്കിൽ സ്പെസിഫിക് പ്ലേസ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ലോങ്ങിറ്റ്യൂഡിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലാറ്റിറ്റ്യൂഡിനെ പോലെ തന്നെ ലോങ്ങിറ്റ്യൂഡ്സും ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രീസ്. പക്ഷേ നമ്മൾ പറഞ്ഞു എല്ലാ ലോങ്ങിറ്റ്യൂഡ്സും സെയിം ലെങ്ത്താണ്, സെയിം സൈസൊക്കെയാണ്. പക്ഷേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലോങ്ങിറ്റ്യൂഡ്സ് ഡിക്രീസസ് സ്റ്റെഡ്ലി പോൾവാർഡ്സ് അണ്ടിൽ ഇറ്റ് ബിക്കം 0 അറ്റ് ദ പോൾസ്. അതായത് ഇവിടെ എല്ലാ ലോങ്ങിറ്റ്യൂഡ്സും എല്ലാ മെറീഡിയൻസും സെയിം ലെങ്ത്താണ്. പക്ഷേ രണ്ട് മെറീഡിയൻസിൻ്റെ ഇടയിലുള്ള ഏരിയ നോക്കിയാൽ ഇക്വേറ്ററിൽ നിന്ന് പോളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആ ഏരിയ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഇങ്ങനെ കാണാം, മുകളിലോട്ടേക്ക് പോകുന്തോറും 2 ലോങ്ങിറ്റ്യൂഡ്സുകൾക്ക് തമ്മിലുള്ള ഏരിയ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് പോൾസിലെത്തുമ്പോൾ അത് എല്ലാ മെറീഡിയൻസും മീറ്റ് ചെയ്യും. ഇവിടെ നോക്ക്, എല്ലാ മെറീഡിയൻസും മീറ്റ് ചെയ്യുന്നത് പോൾസിലാണ്. എല്ലാ മെറീഡിയൻസും മീറ്റ് ചെയ്യും പോൾസിൽ. അപ്പോൾ 2 ലോങ്ങിറ്റ്യൂഡ്സിൻ്റെ ഇടയിലുള്ള ഏരിയ ഡിക്രീസ് ചെയ്യും ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട്. എന്നിട്ട് എല്ലാ മെറീഡിയൻസും മീറ്റ് ചെയ്യുന്നത് അറ്റ് പോൾസ് ഓൾ ദ മെറീഡിയൻസ് മീറ്റ്. ഇനി നമ്മൾ നേരത്തെ ഈ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസിൽ ഇക്വേറ്റർ കൺസിഡർ ചെയ്തല്ലോ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ ഇവിടെ പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിലാണ്. പ്രൈം മെറീഡിയനായിട്ട് കൺസിഡർ ചെയ്തത് മെറീഡിയൻ പാസിങ് ത്രൂ ഗ്രീൻവിച്ച്.
അപ്പോൾ ഇക്വേറ്റർ എന്താ ചെയ്യുന്നത്, ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻ ടു ഈക്വൽ ഹാഫ്സ്, ദാറ്റ് ഈസ് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ഇക്വേറ്റർ ഗ്ലോബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയർ ആയിട്ടും സദേൺ ഹെമിസ്ഫിയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററായിട്ട് കൺസിഡർ ചെയ്തൊരു ഗ്ലോബ് ആണെങ്കിൽ ഇതാണ് എൻ്റെ ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്റർ ഡിവൈഡ് ചെയ്യുന്നത് ഒരു നോർത്തേൺ ഹെമിസ്ഫിയർ, താഴോട്ട് സദേൺ ഹെമിസ്ഫിയർ. ഇതൊക്കെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് അത് കാണേണ്ടതാണ്. അപ്പോൾ പ്രൈം മെറീഡിയൻ എന്താ ചെയ്യുന്നത്, പ്രൈം മെറീഡിയൻ ഡിവൈഡ്സ് ഇൻ ടു ഈക്വൽ ഹാഫ്സ്, വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. പ്രൈം മെറീഡിയൻ ഇതാണല്ലോ പ്രൈം മെറീഡിയൻ. അപ്പോൾ പ്രൈം മെറീഡിയൻ ഗ്ലോബിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ടും ഇപ്പുറത്തെ സൈഡിലുള്ളത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇക്വേറ്റർ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻ ടു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. പ്രൈം മെറീഡിയൻ ഡിവൈഡ്സ് ദ ഗ്ലോബ് ഇൻ ടു വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. പക്ഷെ ഇതിപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് 0 ഡിഗ്രി മെറീഡിയൻ, ഇതാണ് പ്രൈം മെറീഡിയൻ. ഇതിപ്പോൾ ഇതിന് ഇങ്ങോട്ട് ഈ മൊത്തം ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് ഒരു സ്ഫിയറിൻ്റെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈസ്റ്റിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ 0 ഡിഗ്രി, ഇത് 15 ഡിഗ്രി, 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, 60 ഡിഗ്രി, അങ്ങനെ 180 ഡിഗ്രി ഇവിടെ എത്തും. 180 ഡിഗ്രി ഈസ്റ്റ് ഇവിടെ എത്തും. ഇത് ഈസ്റ്റേൺ സൈഡിലാണോ. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതാണെങ്കിൽ 15 ഡിഗ്രി വെസ്റ്റ്, 30 ഡിഗ്രി വെസ്റ്റ്, 45 ഡിഗ്രി വെസ്റ്റ്, 60 ഡിഗ്രി വെസ്റ്റ്, അങ്ങനെ 180 ഡിഗ്രി വെസ്റ്റും ഇതിൻ്റെ പ്രൈം മെറീഡിയൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് എത്തും. അപ്പോൾ 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രി വെസ്റ്റും സെയിം ലൈനിലാണ് ഉള്ളത്. അതായത് ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രി വെസ്റ്റും ഉള്ളത്. അപ്പോൾ ആ ഒരു ലൈനെ പറയുന്നതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി പ്രൈം മെറീഡിയൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ 180 ഡിഗ്രിയിലും പ്രൈം മെറീഡിയൻ 0 ഡിഗ്രിയിലുമാണ്. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ 15 ഡിഗ്രി 30 ഒരു 15 ഡിഗ്രി ഡിഫറൻസിൽ കാണിച്ചെന്നേ ഉള്ളൂ. മെറീഡിയൻസ് ഇങ്ങനെ 15 ഡിഗ്രിയിൽ മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്കൊക്കെ മെറീഡിയൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു 15 ഡിഗ്രി ഡിഫറൻസിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഈ ലോങ്ങിറ്റ്യൂഡ്സ് വെച്ചിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ടൈം വേണേൽ പലതരത്തിലും കാൽക്കുലേറ്റ് ചെയ്യാം. മെഷേഴ്സ് ടൈം ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് എർത്ത്, ദ മൂൺ ആൻഡ് ദി പ്ലാനറ്റ്സ്. എർത്തിൻ്റെയും പ്ലാനറ്റ്സിൻ്റെയും മൂണിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് സണ്ണിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടും ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് സൺ റെഗുലർലി റൈസസ് ആൻഡ് സെറ്റ്സ് എവറി ഡേ. സണ്ണ് റെഗുലർലി റൈസ് ആൻഡ് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് ആ സണ്ണിൻ്റെ റൈസിങ്ങും സെറ്റിങ്ങും ഒക്കെ നോക്കിയിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷാഡോ നോക്കിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഷാഡോ നൂൺ ടൈമിന് മിഡ് ഡേ നൂണിലായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ഷാഡോ ഉണ്ടാവുക. സൺ റൈസിൻ്റെ ടൈമിലും സൺ സെറ്റിൻ്റെ ടൈമിലും ഒക്കെ ഷാഡോ ലോങ്ങസ്റ്റ് ആയിരിക്കും. ഷാഡോ ഈസ് ഷോർട്ടസ്റ്റ് അറ്റ് നൂൺ ആൻഡ് ഇറ്റ് ഈസ് ലോങ്ങസ്റ്റ് അറ്റ് സൺ റൈസ് ആൻഡ് സൺസെറ്റ്. അപ്പോൾ നമുക്ക് മെറീഡിയൻസിൽ ലോങ്ങിറ്റ്യൂഡ്സ് വെച്ച് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഓൾ ദ പ്ലേസ് അലോങ് എ മെറീഡിയൻ വിൽ ഹാവ് ദി സെയിം ടൈം. അതായത് ഒരു മെറീഡിയനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന എല്ലാ പ്ലേസിനും ഒരേ ടൈം ആയിരിക്കും. ഇപ്പോൾ 0 ഡിഗ്രി മെറീഡിയനിൽ ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്യുന്ന മെറീഡിയനാണ് 0 ഡിഗ്രി. ഇപ്പോൾ ഗ്രീൻവിച്ച് മാത്രമല്ല 0 ഡിഗ്രിയിലുള്ളത്, വേറെ ഏതൊക്കെ പ്ലേസ് ഉണ്ടോ 0 ഡിഗ്രിയിൽ ഉള്ളത് അവിടെയൊക്കെ സെയിം ടൈം ആയിരിക്കും. അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ മെറീഡിയൻസിലും. ഈസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് വിൽ ബി അഹെഡ് ഓഫ് ഗ്രീൻവിച്ച് ടൈം ആൻഡ് ദോസ് ടു ദി വെസ്റ്റ് വിൽ ബി ബിഹൈൻഡ് ഇറ്റ്. അതായത് ഈസ്റ്റേൺ സൈഡിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഈസ്റ്റേൺ സൈഡാണല്ലോ. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ സൈഡ് എപ്പോഴും ഗ്രീൻവിച്ച് ടൈമിനേക്കാളും എഹെഡ് ആയിരിക്കും ടൈം. അതായത് ടൈം കൂടുതലായിരിക്കും അവിടെ. വെസ്റ്റേൺ സൈഡ് ടൈം പിന്നിലായിരിക്കും. അതിപ്പോൾ എത്രമാത്രം പിന്നിലാണെന്ന് നമുക്ക് ഏത് ലോങ്ങിറ്റ്യൂഡിലാണ് പ്ലേസ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നെല്ലാം നോക്കിയിട്ട് പഠിക്കാം. അത് നെക്സ്റ്റ് സ്ലൈഡിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കാൽക്കുലേഷൻ ഓഫ് ടൈം. അതായത് എർത്ത് റൊട്ടേറ്റ്സ് 360 ഡിഗ്രി ഇൻ അബൌട്ട് 24 hours. 24 hour എടുത്തിട്ടാണ് എർത്ത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അവറിൽ എർത്ത് എത്രമാത്രം ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് 15 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുക.
360 ഡിഗ്രി 24 അവർ എടുത്തിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 അവർ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് 360/24 15 ഡിഗ്രിയാണ്. അപ്പോൾ 15 ഡിഗ്രി ചേഞ്ചിൽ വരുന്നതാണ് 1 അവർ. 15 ഡിഗ്രി ചേഞ്ച് ചെയ്താൽ 15 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ട് പ്ലേസ് തമ്മിൽ മെറീഡിയൻസിലുള്ള ഡിഫറൻസ് 15 ഡിഗ്രി ആണെങ്കിൽ അവരുടെ ടൈം തമ്മിലുള്ള ഡിഫറൻസ് 1 അവർ ആയിരിക്കും. അതായത് ഇപ്പോൾ 15 ഡിഗ്രി ഈസ്റ്റിലുള്ളതും 30 ഡിഗ്രി ഈസ്റ്റിലുള്ള രണ്ട് സ്ഥലങ്ങളുടെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 1 അവർ ആയിരിക്കും. അപ്പോൾ 15 ഡിഗ്രി ഈസ്റ്റിലുള്ളതും 45 ഡിഗ്രി ഈസ്റ്റിലുള്ളതും സ്ഥലങ്ങളുടെ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അവർ ആയിരിക്കും. അതായത് ഓരോ 15 ഡിഗ്രിയിലും 1 അവർ ഡിഫറൻസ് ഇങ്ങനെ വരും. അപ്പോൾ 0 ഡിഗ്രിന്ന് പ്രൈം മെറീഡിയന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കൂടുതലായിരിക്കും, അഹെഡ് ആയിരിക്കും. വെസ്റ്റേൺ സൈഡിൽ ബിഹൈൻഡാണ്, ടൈം പിന്നിലാണ്. നമുക്കത് കാൽക്കുലേഷൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ഗ്രീൻവിച്ച് മെറീഡിയൻ. ഇത് ഇങ്ങോട്ടേക്ക് 15 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെ അപ് ടു 180 ഡിഗ്രി ഈസ്റ്റ്. ഇപ്പുറത്തെ സൈഡിൽ വെസ്റ്റേൺ സൈഡിൽ 15 ഡിഗ്രി വെസ്റ്റ്, 30 ഡിഗ്രി വെസ്റ്റ്, 45 ഡിഗ്രി വെസ്റ്റ്, 60 ഡിഗ്രി വെസ്റ്റ്, അങ്ങനെ 180 ഡിഗ്രി വെസ്റ്റ് വരെ. 180 ഡിഗ്രി ഈസ്റ്റും 180 ഡിഗ്രി വെസ്റ്റും സെയിം ലൈനിലായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി പ്രൈം മെറീഡിയൻ. അപ്പോൾ ഇവിടെ കാണാം ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് 12 നോൺ ഇൻ ഗ്രീൻവിച്ച് മെറീഡിയൻ, അതായത് ഇവിടെ 12 നോൺ ആണ്, ഗ്രീൻവിച്ച് മെറീഡിയനിൽ 12 നോൺ ആണെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും ടൈം? അതായത് ഈസ്റ്റേൺ സൈഡിൽ ഗ്രീൻവിച്ച് മെറീഡിയനിലെ ഈസ്റ്റേൺ സൈഡിൽ ടൈം കൂടുതലാണ്, ടൈം അഹെഡാണ്, മുന്നോട്ടാണുള്ള ടൈം. അപ്പോൾ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 0 ഡിഗ്രി, ഇത് 15 ഡിഗ്രി ഈസ്റ്റ്. അവർ തമ്മിലുള്ള ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 - 0 15. ഇപ്പോൾ ഒരു 15 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ ടൈം തമ്മിലുള്ള ഡിഫറൻസ് 1 അവർ ആയിരിക്കും. ഈസ്റ്റേൺ സൈഡിലായതുകൊണ്ട് 1 അവർ കൂടുതലായിരിക്കും. അപ്പോൾ ഗ്രീൻവിച്ച് മെറീഡിയനിൽ 12 നോൺ ആണെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിൽ അത് 1 PM ആയിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെസ്റ്റേൺ സൈഡിൽ ടൈം ബിഹൈൻഡ് അല്ലേ, ടൈം പിന്നിലല്ലേ. അപ്പോൾ 15 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ 1 അവർ പിന്നോട്ടായിരിക്കും. അപ്പോൾ 12 നോൺ ഗ്രീൻവിച്ച് മെറീഡിയനിലുണ്ടെങ്കിൽ 15 ഡിഗ്രി വെസ്റ്റിൽ 11 AM ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. 2 PM ഇൻ ഗ്രീൻവിച്ച് ടൈം, ദെൻ വാട്ട് ഈസ് ദ ടൈം അറ്റ് 60 ഡിഗ്രി ഈസ്റ്റ്. അതായത് ഗ്രീൻവിച്ച് മെറീഡിയനിൽ 2 PM ആണ്. അപ്പോൾ 60 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും ടൈം? കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് 0 ഡിഗ്രി, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 60 - 0 60. 60 ഡിഗ്രി ഈസ്റ്റിലാണ്, 60 - 0 60. അപ്പോൾ 15 ഡിഗ്രി ഡിഫറൻസ് ആണെങ്കിൽ 1 അവർ. അപ്പോൾ 60 ഡിഗ്രി ഡിഫറൻസ് ആണെങ്കിൽ എത്രയാണ് വരിക? 60/15 4 അവറിൻ്റെ ഡിഫറൻസ് വരും. 4 അവറിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അത് മനസ്സിലായി. പക്ഷെ അത് മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നങ്ങനെ മനസ്സിലാവും. ഇതിപ്പോൾ 60 ഡിഗ്രി ഈസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്, സോറി. ഇവിടെ ഇപ്പോൾ 60 ഡിഗ്രി ഈസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈസ്റ്റേൺ സൈഡിൽ ഗ്രീൻവിച്ച് മെറീഡിയൻ്റെ ഈസ്റ്റേൺ സൈഡിൽ ടൈം അഹെഡാണ്, മുന്നോട്ടാണ്. അപ്പോൾ 4 അവർ മുന്നോട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 PM ആണെങ്കിൽ 60 ഡിഗ്രി ഈസ്റ്റിൽ 6 PM ആയിരിക്കും. അതുപോലെ തന്നെ 2 PM ഇൻ ഗ്രീൻവിച്ച് ടൈം ആണെങ്കിൽ 60 ഡിഗ്രി വെസ്റ്റിൽ എത്രയായിരിക്കും? അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷേ ടൈം ബാക്കോട്ടായിരിക്കും, വെസ്റ്റേൺ സൈഡ് ആയതുകൊണ്ട് പിന്നോട്ടായിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തത്, വൈ ഡു വി ഹാവ് സ്റ്റാൻഡേർഡ് ടൈം? നമുക്ക് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ആവശ്യം എന്താണ് സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ആവശ്യം? എന്തിനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം? ഇന്ത്യക്കൊരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അത് ഗ്രീൻവിച്ച് മെറീഡിയനിൻ്റെ 5+30 അവർ, അതായത് 5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഗ്രീൻവിച്ച് മെറീഡിയനും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ. എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ആവശ്യം? അതായത് ലോക്കൽ ടൈംസ് ഓഫ് പ്ലേസസ് വിച്ച് ആർ ഓൺ ഡിഫറെൻറ്റ് മെറീഡിയൻസ് ആർ ബൗണ്ട് ടു ഡിഫർ. അപ്പോൾ ഇന്ത്യൻ്റെ ലോങ്ങിറ്റ്യൂഡിനൽ എക്സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ 68 ഡിഗ്രി ഈസ്റ്റ് ടു 97 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 30 ഡിഗ്രീൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ്റെ വെസ്റ്റേൺ സൈഡിലുള്ള
ദ്വാരക ഇൻ ഗുജറാത്തും ഈസ്റ്റേൺ സൈഡിലെ ദിബുർഗ ഇൻ ആസാമും തമ്മിൽ ഓൾമോസ്റ്റ് 1 hour and 45 minutes ഡിഫറൻസ് വരുന്നുണ്ട്. അത് ലോങ്ങിറ്റ്യൂഡിനൽ ഡിഫറൻസ് ഓൾമോസ്റ്റ് 30 ആയതുകൊണ്ട് തന്നെ 15 degree ഡിഫറൻസിൽ 1 hour ടൈം ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് 30 വരുമ്പോൾ ഓൾമോസ്റ്റ് 2 hour ഡിഫറൻസ് വരും. അപ്പോൾ ഇവിടെ അത് 1 hour and 45 minutes ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹോൾ ഇന്ത്യക്ക് ഒരു യൂണിഫോം ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാൻഡേർഡ് മെറീഡിയനായിട്ട് കൺസിഡർ ചെയ്തത് 82.5 degree ഈസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ. അപ്പോൾ ആ മെറീഡിയനിലുള്ള ലോക്കൽ ടൈമാണ് ഇന്ത്യക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു ഹോൾ ടൈം. അപ്പോൾ ആ ഒരു ടൈമിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് പാർട്ട് 2 ചാപ്റ്റർ 6 ക്ലാസ് 6 ചാപ്റ്റർ 2 ഗ്ലോബ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്. പാർട്ട് 1 കവർ ചെയ്തു, പാർട്ട് 2 കവർ ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.